അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. നിരാലംബരായ, നിരാശ്രരായ ഒരുപാട് ജനങ്ങളുടെ ആശയും ആവേശവുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. പരിസ്ഥിതിക്കും പ്രകൃതിക്കും സ്ത്രീക്കും മണ്ണിനും ഒക്കെ വേണ്ടി ധാരാളമായി ശബ്ദമുയർത്തിയിരുന്നു. മതങ്ങളുടെ വേലിക്കെട്ടിനകത്ത് ദൈവത്തെ ഉൾക്കൊണ്ടിച്ചു നിർത്തി മതസ്പർദ്ധയും മതവൈരാഗ്യവും ഒന്നും കൊണ്ടുപോകുന്നതല്ല ജീവിതം. മതത്തിനും അപ്പുറമുള്ള ആത്മീയതയും ദൈവചിന്തയും ഒക്കെ വളരെ വലുതാണ്. വിശക്കുന്നവന് അന്നം നൽകാത്ത, പട്ടിണിക്കാരനെ കാണാത്ത, രോഗികളുടെ രോഗശുശ്രൂഷ നടത്താത്ത ദൈവത്തെക്കുറിച്ച് വലിയ സങ്കല്പം ഒന്നും ആവശ്യമില്ല എന്നുള്ള നിലയിൽ പോലും പലപ്പോഴും മാർപ്പാപ്പ സംസാരിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പരിസ്ഥിതിക്ക് വേണ്ടിയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുമൊക്കെ വലുതായി ശബ്ദമുയർത്തിയിരുന്നു. കാർബൺ ന്യൂട്രലായിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ചും ആഗോളതാപനത്തെയും കാലാവസ്ഥാ മാറ്റത്തെയും പ്രതിരോധിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ വല്ലാതെ വാചാലനായിരുന്നു. ലോകത്തിലെ വലിയൊരു വിഭാഗം വരുന്ന ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ലോക ജനതയ്ക്കാകെ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലം ചെയ്തുവെന്ന അറിയിപ്പ്. എന്തായാലും കാലാതീതമായി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും കുറിച്ചുമെല്ലാം വലിയ തോതിൽ ജനങ്ങൾക്ക് അറിവ് നൽകിയിട്ടുള്ള, നിസ്വാർത്ഥതയുടെ പര്യായമായിട്ടുള്ള സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ മൂർത്തിഭാവമായിട്ടുള്ള വലിയ ഒരു മഹത് ജന്മമാണ്, ജീവനാണ് മാർപ്പാപ്പയുടേത്. ലോകത്തിനാകെ വലിയ സന്ദേശമാണ് നൽകിക്കൊണ്ടിരുന്നത്. നിരാശരായ, നിരാലംബരായ, മറ്റുള്ളവരുടെ യാതൊരു ആശ്രയവുമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി വലിയ ശബ്ദത്തിൽ കാര്യങ്ങൾ പറയുക, കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സംസാരിക്കുക, മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലുള്ള എല്ലാ സാമൂഹ്യ തിന്മകൾക്കുമെതിരെ പ്രതികരിക്കുക, എല്ലാ അർത്ഥത്തിലും മാനവരാശിയെ ആത്മജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും തലങ്ങളിലേക്ക് ഉയർത്തുന്നതിനുള്ള വലിയ സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ടിരുന്ന മാർപ്പാപ്പ ഇന്ന് ഭൗതികമായി നമ്മളോടൊപ്പമില്ല. സമയമാം സ്വർഗയാത്ര ചെയ്യുന്നു, എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്ന യാത്രയിൽ മാർപ്പാപ്പ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ ഈ ലോകത്ത് വളരെ വലുതാണ്. അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുക, അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് മാനവരാശി ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം. അത് ക്രിസ്ത്യാനിയെന്നോ ക്രിസ്ത്യാനി അല്ലാത്ത ആളുകളെന്നോ എന്നൊരു വിഷയമില്ല. എല്ലാവർക്കും ഏറ്റെടുക്കാവുന്ന വലിയ സന്ദേശമാണ് മാർപ്പാപ്പ നൽകിയിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, ഭൂമിക്ക് ചൂടാകുന്നതിനെക്കുറിച്ച്, അങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും വലിയ തോതിൽ വാചാലമായിരുന്നു. ഒരുപാട് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. തീർച്ചയായിട്ടും പ്രകൃതിക്കും മണ്ണിനും പെണ്ണിനും ജനങ്ങൾക്കും നിരാലംബർക്കും നിരാശ്രയർക്കും ഒക്കെ വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന ആ സന്ദേശം ഭൗതികമായി ഇനി നമുക്ക് ലഭിക്കാൻ ഇടയില്ല. അപ്പോഴും മാർപ്പാപ്പ നൽകിയിട്ട് പോയ, ഈ ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാം. അനവസരത്തിലെങ്കിൽ പോലും രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ മരണം കടന്നു വരുമ്പോൾ ജീവനെടുത്ത എല്ലാ ശരീരം വിട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ മാർപ്പാപ്പയും കാലം ചെയ്തു. തീർച്ചയായും മാർപ്പാപ്പ ഉയർത്തിയ സന്ദേശങ്ങൾ ലോകത്തിന് പുതിയ വെളിച്ചം നൽകും എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. കാലം ചെയ്ത മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ, പ്രണാമം.